ബലാത്സംഗ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുമായി അന്വേഷണ സംഘം ഇതാ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്ക് തെളിവെടുപ്പിനെത്തിയിരിക്കുകയാണ്. തെളിവ് ശേഖരണത്തിനായി ഹോട്ടലിനകത്തേക്ക് അന്വേഷണ സംഘം രാഹുലുമായി പോയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. ഇന്ന് പോലീസിന്റെ ഫോഴ്സിൽ നല്ലൊരു ശതമാനം ശബരിമല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പോയിരിക്കുകയാണ്. പകൽ സമയത്ത് ഇന്നലത്തേതുപോലെ തന്നെയുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതിനാൽ തന്നെ പരമാവധി നേരത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കുക, പ്രതിഷേധക്കാരെ പരിപൂർണമായി നീക്കം ചെയ്തുകൊണ്ട് അവരെ ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു സമയമായിരിക്കും ഈ പുലർച്ചെ സമയം. അതായത് സംഘടിച്ച് ആളുകൾക്ക് എത്താനുള്ള ഒരു സാവകാശം നൽകാതെ വേഗത്തിൽ ഉദ്ദേശിക്കുന്ന നിലയിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുക എന്നുള്ളതാണ്. പോലീസ് ഇന്നലെ കോടതിയിൽ നൽകിയ വിശദീകരണത്തിലും പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ധരിപ്പിച്ച വിഷയങ്ങൾ പരിഗണിക്കുകയാണെങ്കിലും ഇതുവരെയുള്ള അന്വേഷണത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ കൃത്യമായ രീതിയിൽ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അറസ്റ്റ് മെമ്മോയിലടക്കം അദ്ദേഹം ഒപ്പ് രേഖപ്പെടുത്താതിരുന്നത് ഇതിൻ്റെ തെളിവായി കൂടി ചൂണ്ടിക്കാണിക്കുകയും പ്രതിഭാഗം ഈ കേസ് ദുർബലമാണ്, ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഒന്നും തന്നെ നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് വാദിച്ചപ്പോൾ മജിസ്ട്രേറ്റ് തന്നെ നേരിട്ട് പറയുന്ന സ്ഥിതിയുണ്ടായി. പ്രതി എന്തുകൊണ്ട് അറസ്റ്റ് മെമ്മോയിൽ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാരണം. ചുരുക്കത്തിൽ കേസിന്റെ തുടക്കം മുതൽ തന്നെ അന്വേഷണ സംഘവുമായി ഒട്ടും സഹകരിക്കാത്ത നിലയിലുള്ള പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്.